LSU Laureate 2K24. ചോദ്യം 1. കർമ്മല മഠത്തിലേക്ക് കൊച്ചു ത്രേസ്യ പ്രവേശിക്കാൻ നിശ്ചയിച്ച ദിവസം ഏത്? ഉത്തരം ഏപ്രിൽ 9. ചോദ്യം 2. യേശുവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് താൻ കർമ്മല മഠത്തിൽ പ്രവേശിച്ചത് എന്തിനു വേണ്ടി ആണെന്നാണ് വിശുദ്ധ പ്രഖ്യാപിച്ചത്? ഉത്തരം ആത്മാക്കളെ രക്ഷിക്കാനും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. ചോദ്യം 3. ഫാദർ പിഷോൺ കൊച്ചു ത്രേസ്യയുടെ ഭക്തി തീഷ്ണതയെയും പുണ്യമാർഗത്തെയും പറ്റി പറഞ്ഞത് എന്ത്? ഉത്തരം ഭക്തി തീഷ്ണത ശിശുസഹജമായും പുണ്യമാർഗം മധുരോധാരമായും. ചോദ്യം 4. ആദ്യ ചുവടുകളിൽ വിശുദ്ധയ്ക്ക് റോസാപ്പൂക്കളേക്കാൾ അധികം കാണപ്പെട്ടത് എന്ത്? ഉത്തരം മുള്ളുകൾ. ചോദ്യം 5. 5 വർഷത്തോളം തൻ്റെ ലക്ഷ്യം പ്രാപിക്കാനായി വിശുദ്ധ അവലംബിച്ച മാർഗം എന്ത്? ഉത്തരം സഹനം. ചോദ്യം 6. പോകുന്നതിന് മുൻപ് ഫാദർ പിഷോൺ വിശുദ്ധയോട് പറഞ്ഞ മധുരവചനം എന്ത്? ഉത്തരം എൻ്റെ കുഞ്ഞെ, നമ്മുടെ കർത്താവ് സദാ നിൻ്റെ സുപ്പീരിയറും നോവിസ് ഗുരുവുമായിരിക്കട്ടെ. ചോദ്യം 7. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ആത്മീയ നിയന്താവ് ആര്? ഉത്തരം യേശു. ചോദ്യം 8. കർമ്മലയിൽ പറിച്ചു നട്ട ചെറുപുഷ്പം വികസിക്കേണ്ടത് എവിടെയായിരുന്നു? ഉത്തരം കുരിശിൻ്റെ തണലിൽ. ചോദ്യം 9. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വ്രതവാഗ്ദാനം നടന്ന ദിവസം എന്ന്? ഉത്തരം 1889 ജാനുവരി 10. ചോദ്യം 10. വ്രതവാഗ്ദാന ശേഷം ആവൃത്തിക്കുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ വിശുദ്ധ ആദ്യം കണ്ടത് ആരെ? ഉത്തരം റോസുടുപ്പിട്ട ഉണ്ണി യേശുവിനെ. ചോദ്യം 11. വ്രതവാഗ്ദാനത്തിന് മുമ്പുള്ള 8 മാസത്തിൽ വിശുദ്ധ വായിച്ച് ധ്യാനിച്ചിരുന്ന പുസ്തകം ഏത്? ഉത്തരം ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ചോദ്യം 12. സ്വാഭാവികമായ ക്ഷിപ്രകോപത്തെ അടക്കാൻ ആരുടെ മാതൃകയാണ് ലൂയി മാർട്ടിൻ സ്വീകരിച്ചത്? ഉത്തരം വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ. ചോദ്യം 13. വിചിത്രമായ ഒരു പ്രതിപത്തി എന്തിനോടാണ് വിശുദ്ധയ്ക്കുണ്ടായത്? ഉത്തരം മഞ്ഞിനോട്. ചോദ്യം 14. വിശുദ്ധരുടെ സഭാവസ്ത്ര സ്വീകരണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ വത്സല പിതാവിന് സർവോപരി കയ്പ് നിറഞ്ഞതും അപമാനകരവുമായ പാനപാത്രത്തിൽ നിന്ന് കുടിക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പ്രതിപാദിക്കുന്ന വിഷയം ഏത്? ഉത്തരം ലൂയി മാർട്ടിൻ ദിവ്യരക്ഷകന്റെ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചത്. ചോദ്യം 15. സഭാവസ്ത്ര സ്വീകരണ ശേഷം സന്യാസ പരിപൂർണതയെ സംബന്ധിച്ച് മുഖ്യമായും എന്തിനെ പറ്റിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് വെളിച്ചം ലഭിച്ചത്? ഉത്തരം ദാരിദ്ര്യ വ്രതത്തെ സംബന്ധിച്ച്. ചോദ്യം 16. എൻ്റെ നേതാവ് എന്ന് വിശുദ്ധ പരാമർശിക്കുന്നത് ആരെ? ഉത്തരം യേശുവിനെ. ചോദ്യം 17. വിവാഹവസ്ത്രം അലങ്കരിച്ചിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം ദിവ്യമണവാളൻ നൽകിയ പൂർവ്വരത്നങ്ങൾ കൊണ്ട്. ചോദ്യം 18. തിരുഹൃദയത്തിൻ്റെ മരിയ സഹോദരിയുടെ വ്രതവാഗ്ദാനം നടന്നത് എന്ന്? ഉത്തരം 1888 മെയ് 22. ചോദ്യം 19. ഒരു യഥാർത്ഥ പുണ്യവതിയും കർമ്മലീതരുടെ നിലം തികഞ്ഞ മാതൃകയുമായിരുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഗുരുനാഥ ആര്? ഉത്തരം മാലാഖമാരുടെ മരിയ സഹോദരി. ചോദ്യം 20. വ്രതവാഗ്ദാനത്തിന് ശേഷം വിശുദ്ധയ്ക്ക് ലഭിച്ച ജോലി എന്ത്? ഉത്തരം ഭക്ഷണശാലയിലെ ജോലി. ചോദ്യം 21. കുഞ്ഞെ, നിന്റെ ആത്മാവ് അത്യന്തം സരളമാണ് എന്ന് വിശുദ്ധയോട് പറഞ്ഞത് ആര്? ഉത്തരം സിസ്റ്റർ ഫെബ്രോണി. ചോദ്യം 22. ആരെ കാണുമ്പോൾ നിലമുത്താതെ പോകാൻ സാധിക്കില്ല എന്നാണ് വിശുദ്ധ പറയുന്നത്? ഉത്തരം മേരി ഗോൺസാഗമ്മയെ. ചോദ്യം 23. അവസാനമില്ലാത്ത സൗഭാഗ്യം അനുഭവിക്കാനായി വിശുദ്ധയും സെലിൻ ചേച്ചിയും തിരഞ്ഞെടുത്ത ഭാഗധേയം എന്ത്? ഉത്തരം സഹനവും അവമതിയും. ചോദ്യം 24. വിശുദ്ധയ്ക്ക് മഹാദുഷ്കരമായ പ്രവൃത്തി എന്ത്? ഉത്തരം ചിലന്തി വല ശുദ്ധീകരിക്കുന്നത്. ചോദ്യം 25. വിശുദ്ധയുടെ വ്രതവാഗ്ദാന ദിനത്തിൽ ഉണ്ടായ അത്ഭുതം ഏത്? ഉത്തരം മഞ്ഞുമഴ ഉണ്ടായത്.